പൂന്താനവും മേൽപ്പത്തൂരും ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തരായിരുന്നു. പൂന്താനം ലളിതമായ മലയാളത്തിൽ ജാനപാനം എഴുതിയ മഹാകവിയും അതേസമയം മേൽപ്പത്തൂർ സംസ്കൃത പാണ്ഡിത്യവും നാരായണീയം രചയിതാവും ആയിരുന്നു. ഒരു ദിവസം പൂന്താനം ജാനപാനം മേൽപ്പത്തൂരിനെ കാണിച്ച് എളിമയുടെ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെട്ടു. മലയാളത്തോട് അവജ്ഞയുണ്ടായിരുന്ന മേൽപ്പത്തൂർ സംസ്കൃതം പഠിച്ചാൽ മാത്രം മതിയെന്ന് പറയുകയും പൂന്താനത്തെ അപമാനിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് പൂന്താനം നന്നായി വേദനിച്ചു. അതേ രാത്രിയിൽ മേൽപ്പത്തൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുമ്പിൽ നാരായണീയത്തിന്റെ അവസാനത്തെ ശ്ലോകങ്ങൾ അർപ്പിക്കാൻ വന്നപ്പോൾ വാതരോഗം മൂലം ഉച്ചരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ 6 വയസ്സുകാരൻ ഒരു ഓമനത്വമുള്ള ദിവ്യബാലൻ പ്രത്യക്ഷമായി ദേഷ്യത്തോടെ ശ്ലോകത്തിലെ 10 തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ദേഷ്യത്തിൽ തന്നെ ബാലൻ പറഞ്ഞു, മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് ബാലൻ അപ്രത്യക്ഷനായി. അതോടെ മേൽപ്പത്തൂരിന്റെ വാതരോഗവും മാറി. താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ മേൽപ്പത്തൂർ പൂന്താനത്തോട് ക്ഷമ ചോദിച്ചു. പിന്നീട് പൂന്താനത്തിന്റെ കൃതികൾ എളിമയോടെ വായിച്ചും തന്റെ അഹങ്കാരം ഉപേക്ഷിച്ചും ഭക്തിയോടെ ജീവിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ.